ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെടാത്തൊരു വാർത്തയാണ്. എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് എൻ്റെ പേര് സജീവമായി പരിഗണിക്കുന്നുണ്ട് എന്ന് മാത്രമാണ്. ഈ വൈക്കം മണ്ഡലമൊക്കെ ആരാണ് കണ്ടുപിടിച്ചത് എന്ന് എനിക്കറിയില്ല. ഏതായാലും UDF നേതൃത്വം എന്നോട് വൈക്കത്ത് സ്ഥാനാർത്ഥിയാകണമെന്ന് ഈ നിമിഷം വരെ ആവശ്യപ്പെട്ടിട്ടില്ല. എൻ്റെ പേര് സജീവമായി പരിഗണിക്കുന്നുണ്ട് എന്നുള്ള വിവരം മാത്രമേ എനിക്കറിയാവൂ. അതല്ലാതെ വൈക്കത്ത് മത്സരിക്കണമെന്നോ അല്ല വേറെ എവിടെയെങ്കിലും മത്സരിക്കണമെന്നൊന്നും എന്നോട് അവർ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. അപ്പം അങ്ങനെ സ്ഥിരീകരിക്കപ്പെടാത്തൊരു വാർത്തയുടെ മേലാണ് സംസാരിക്കുന്നതെന്നൊരു പ്രശ്നമുണ്ട്. ഓക്കെ, അല്ല, നമ്മളൊരു രാഷ്ട്രീയ തീരുമാനമായിട്ടാണ് ഞാനതിനെ മനസ്സിലാക്കുന്നത്. ഇപ്പോഴത്തെ കേരളത്തിലെ സാഹചര്യത്തിൽ ഒരു മുഖ്യധാരയിലേക്ക് കടക്കുവാൻ ഉള്ള കാലം യഥാർത്ഥത്തിൽ കഴിഞ്ഞിരുന്നു. എൻ്റെ കാര്യമല്ല പറയുന്നത്. കേരളത്തിൽ അധികാരത്തിന് പുറത്ത് നിൽക്കേണ്ടി വന്ന വലിയൊരു ജനവിഭാഗമുണ്ട്. അപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുതിയ പരിവർത്തനങ്ങളിൽ അവരെ കൂടി ഉൾക്കൊള്ളേണ്ടതാണ് എന്നൊരു ബോധ്യം കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അത് വളരെ പോസിറ്റീവായൊരു കാര്യമായിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അങ്ങനെ മെയിൻ സ്ട്രീം പൊളിറ്റിക്സിലേക്ക് എൻ്റർ ചെയ്യാൻ മുന്നണികളിലൂടെ മാത്രമേ സാധ്യമാവൂ. അപ്പോൾ അതിനകത്ത് സന്നദ്ധമായ മുന്നണി UDF ആണ് ഇത്തരമൊരു പ്രപ്പോസൽ ഉണ്ട് എന്നുള്ള കാര്യം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുമായിട്ട് സഹകരിക്കേണ്ടതാണ്. ഇത് രാഷ്ട്രീയമായ കാര്യമാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടത്. UDF വേണോ LDF വേണോ അതോ സ്വതന്ത്രനാവണോ എന്നത്. ആ കോൺക്രീറ്റ് സാഹചര്യത്തിൽ ഇപ്പോൾ UDF-ആയിട്ട് സഹകരിക്കുന്നതിൽ രാഷ്ട്രീയമായി എന്തെങ്കിലും പെശകുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല.